ഹോസ്പിറ്റൽ ലൈഫ് ലൈൻ ബ്രോട്ട് യു ബൈ ഒരു സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം ഭാരത് കാർഡിയോ വാസ്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. നമസ്കാരം. ഭാരത് ഹോസ്പിറ്റൽസ് ലൈഫ് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അഥവാ കേൾവി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനായി ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഓഡിയോളജിസ്റ്റ് സലിമോൻ ജോസഫാണ്. സ്വാഗതം സർ. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഓഡിയോളജി സംബന്ധമായ എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞുതരാമോ സർ? ഞാൻ ഓസ്ട്രേലിയയിലാണ് ഓഡിയോളജിയുടെ മാസ്റ്റേഴ്സ് ചെയ്തത്. ഓക്കെ. യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഓഡിയോളജിയുടെ മാസ്റ്റേഴ്സ് ചെയ്തത്. അതിനുശേഷം ക്വീൻസ്ലാൻഡ് ഹെൽത്തിൽ 8 വർഷം ഓഡിയോളജിസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. 2013 ഞങ്ങൾ ഫാമിലിയായിട്ട് കേരളത്തിൽ വന്ന് ഞങ്ങൾ ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഓക്കെ. എവിടെയാണ് സർ സ്ഥാപനം? സ്ഥാപനം അതിരമ്പുഴയിലുമുണ്ട്, നാഗമ്പടത്തുമുണ്ട്, കോട്ടയത്ത്. ഞാനും ഭാര്യയും ഓഡിയോളജിസ്റ്റാണ്, ഓസ്ട്രേലിയയിലാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് കൂടുതലായി വാർദ്ധക്യ സംബന്ധമായ ഹിയറിംഗ് ഇമ്പയർമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം സർ. എന്തുകൊണ്ടാണ് പ്രായം ചെല്ലും തോറും കേൾവിക്ക് പ്രശ്നം വരുന്നത്, കേൾവിക്ക് തകരാറ് വരുന്നത്? ഈ വാർദ്ധക്യത്തിലോട്ട് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കേൾവി കുറവിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അതായത് ചെവിയുടെ ഉൾഭാഗത്തെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവിനെയാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതിന് പ്രസ്പിക്യൂസിസ് എന്നും പറയും. ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയാനുള്ള കാരണം ഈ സെൻസറി ഓർഗൺ എന്ന് പറയുന്നത് കോക്ലിയ. ഈ കോക്ലിയയിൽ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസിന്റെ ഡീജനറേഷൻ കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവ് ആണെങ്കിൽ അതിനെ സെൻസറി ലോസ് എന്ന് പറയും. നേർവിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവാണെങ്കിൽ അതിനെ ന്യൂറൽ ലോസ് എന്ന് പറയും. ഇത് രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള വാക്കാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അതാണ് പ്രായമായവരിൽ പൊതുവെ കണ്ടുവരുന്ന കേൾവിക്കുറവ്. ഇതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോൾ നമ്മൾ കണ്ണാടി വെക്കുന്നത് പോലെ കേൾവി കുറയുമ്പോൾ ശ്രവണ സഹായി വെക്കും. അപ്പോൾ ആദ്യം ആൾ ചെയ്യേണ്ടത് കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ നമ്മളൊരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് ട്രീറ്റഡ് റൂമിൽ ഓഡിയോമീറ്ററിന്റെ സഹായത്തോടു കൂടി നമ്മൾ കേൾവിയുടെ ടെസ്റ്റ് നടത്തണം. അപ്പൊ നമ്മൾ ജനം ടിവിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. ഇവിടെ ഒരു 25 ഡെസിബലിന് താഴെ മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളൂ. അത്ര ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെ നമ്മൾ കൺട്രോൾ ആണ്. അപ്പം നമ്മൾ ഓഡിയോളജിസ്റ്റ് ഈ ഒരാളുടെ കേൾവിക്കുറവ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം കേൾവിക്കുറവ് ആദ്യം അതിന്റെ ഗ്രാവിറ്റി എന്ത് വിവരമുണ്ട്. കേൾവിക്കുറവിന്റെ ഗ്രാവിറ്റിയെ നമ്മൾ പല രീതിയിലാണ് ഇന്റർനാഷണലി ഉപയോഗിക്കുന്നത്. മൈൽഡ് ഹിയറിംഗ് ലോസ്. ഇപ്പം സൗണ്ടിനെ നമ്മൾ എന്താണ് ശരിക്കും, അതായത് ഇപ്പം ഇത് പലതരം ഗ്രഡേഷൻസ് ആണ്. പക്ഷെ കേൾവിയെ എന്ത് തരത്തിലാണ്, പെർസെൻറ്റേജിലാണോ എന്ത് തരത്തിലാണ് നിർണ്ണയിക്കുന്നത്? കേൾവിയെ പെർസെൻറ്റേജിലല്ല നിർണ്ണയിക്കുന്നത്. അതിനെ ഈ ഡെസിബൽ നമ്മൾ ദൂരത്തെ അളക്കുന്നത് കിലോമീറ്ററിലാണ്, നമ്മൾ ഭാരത്തെ കിലോഗ്രാമിലാണ്, നമ്മൾ ശബ്ദത്തെ അളക്കുന്നത് ഡെസിബിളിലാണ്. അപ്പം ഡെസിബിളാണ് ഇതിന്റെ ക്രൈറ്റീരിയ. കറക്റ്റ്. അപ്പം ലൗഡ്നെസ്സും ഉണ്ട്, പിച്ചും ഉണ്ട്. അപ്പം മനുഷ്യന് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ നമുക്ക് കേൾക്കാം. പക്ഷെ നമ്മുടെ സ്പീച്ച് ബേസിക്കലി 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ 250 മുതൽ 8000 വരെ ടെസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ സ്പീച്ച് നമ്മൾ അതാണ്. അപ്പം നമ്മൾ 20 to 40 കേൾവിക്കുറവുണ്ടെങ്കിൽ ഡെസിബിൾ ആണെങ്കിൽ അതിനെ മൈൽഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. 40 to 55 മോഡറേറ്റ്, 55 to 70 മോഡറേറ്റ്ലി സിവിയർ, 70 to 90 ഡെസിബിൾ ആണെങ്കിൽ അതിനെ സിവിയർ എന്ന് പറയും. 90-നേക്കാളും കൂടിയ കേൾവിക്കുറവാണെങ്കിൽ അതിനെ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഡിഗ്രിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എവിടുത്തെ പ്രോബ്ലം കൊണ്ടുള്ള കേൾവിക്കുറവാണ് എന്നുള്ളതിനെ നമ്മൾ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയും.
ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവിനെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. അപ്പൊ ചെവിയുടെ മധ്യഭാഗത്താണ്. അപ്പോൾ ഒരു ഓഡിയോളജിസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ്, സൈറ്റ് ഓഫ് ലീഷൻ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും ചെവിയുടെ ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ വ്യക്തിക്ക് കേൾവിക്കുറവുണ്ടാകുന്നത്. അപ്പം ചെവിയുടെ ഉൾഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണെങ്കിൽ അതിനെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അപ്പോൾ മധ്യഭാഗത്തെയും ഉൾഭാഗത്തെയും ചേർന്നുള്ള കേൾവിക്കുറവാണെങ്കിൽ അതിനെ മിക്സ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓഡിയോളജിസ്റ്റ് കറക്റ്റായിട്ട് ഈ സൈറ്റ് ഓഫ് ലീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവാണെങ്കിൽ നമ്മളൊരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോട്ട് റെഫർ ചെയ്യും. അപ്പം ENT സ്പെഷ്യലിസ്റ്റ്, മെഡിക്കൽ മാനേജ്മെന്റ്, ഇപ്പം നമുക്ക് പെർഫറേഷൻ, അതായത് ഇയർ ഡ്രമ്മിന് ഒരു സുഷിരമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് തലതാത്തി കുളിക്കാൻ പറ്റിയല്ല, കാരണം വെള്ളം നേരെ ചെവിയുടെ മധ്യഭാഗത്തോട്ട് കയറും. ആ വെള്ളം പൂർണ്ണമായിട്ട് തല തിരിച്ചാൽ പോലും പൂർണ്ണമായിട്ട് വെളിയിലോട്ട് വരില്ല. അപ്പോൾ അത് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ടിമ്പനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറിയാണ് ഏറ്റവും അഭികാമ്യം. അതായത് ഒരു പാച്ച് വെച്ച് ആ തൊള്ള അടയ്ക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് തലതാത്തി കുളിക്കാൻ പറ്റും, നമുക്ക് ഹിയറിങ് നോർമലിലോട്ട് വരികയും ചെയ്യും. പക്ഷേ ചില പ്രായമുള്ള ആൾക്കാർക്ക് ഡോക്ടർ തീരുമാനിക്കും ബോധം കെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് സർജറി വേണ്ട എന്ന് ചിലപ്പം ഡോക്ടർ തീരുമാനിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഹിയറിംഗ് എയ്ഡ് വെക്കാം. ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പം നമുക്ക് ഇയർ ഡ്രമ്മിന് സുഷിരമുണ്ടെങ്കിൽ നമ്മൾ ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണസഹായിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഔട്ട്വേർഡ് സൗണ്ട്സിന്റെ അല്ല പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളിൽ വെക്കുക. സാധാരണക്കാർക്ക് ഇപ്പം ടിമ്പാനിക് മെംബ്രെയിൻ കുഴപ്പമൊന്നുമില്ല, പെർഫറേഷൻ ഒന്നും ഇല്ല എങ്കിൽ ഉള്ളിൽ വെക്കുന്ന വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ശ്രവണസഹായികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, കേൾവിക്കുറവിനനുസരിച്ച് വേണം നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണസഹായി നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ഓഡിയോളജിസ്റ്റ് സഹായം തന്നെ തേടണം അല്ലേ? തീർച്ചയായിട്ടും. ചർച്ചയുടെ ക്രക്സായ ഭാഗം, അതായത് വാർദ്ധക്യ സംബന്ധമായ കേൾവി പ്രശ്നങ്ങൾ. അപ്പം ഇത് എന്തുകൊണ്ടാണ് സാർ? അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസി ആണോ? അതായത് നമ്മളിപ്പോൾ ഒരു യൂത്തിലെ ഈ ഒരു നമുക്കറിയാം കാഴ്ചയ്ക്ക് ചിലതരം ഡെഫിഷ്യൻസിയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന്. അപ്പോൾ എന്തെങ്കിലും തരം സപ്ലിമെന്റേഷൻ, എന്തെങ്കിലും തരം പ്രിവെന്റീവ് കെയർ എടുക്കേണ്ടതായിട്ടുണ്ടോ ഈ കേൾവി കുറവ് അവോയ്ഡ് ചെയ്യാൻ ഇൻ ദ യൂത്ത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ യൂത്ത് പൊക്കോണ്ടിരിക്കുന്നത് ഒരു വളരെ ഡേഞ്ചറസ് പാത്തിലൂടെയാണ്. കാരണം ശബ്ദം അവർക്കൊരു ഹരമാണ്. വളരെ ലൗഡായിട്ട് ഇപ്പം നമ്മൾ ഒരു ബസ്സാണെങ്കിലും ഒരു ട്രെയിൻ ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂത്ത് എല്ലാം ചെവിയിലോട്ട് സ്പീക്കർ വെച്ച് പാട്ട് കേൾക്കുകയോ എന്തെങ്കിലും ഈ ആംബിയന്റ് നോയ്സിനേക്കാളും കൂടിയ ഉച്ചത്തിലാണ് ഇവർ വോളിയം വെച്ചിരിക്കുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയും. ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ തന്നെ ഒരു 90-100 ഡെസിബൽ സൗണ്ട് ട്രെയിൻ ഒരു പാളത്തെ കൂടെ പോകുമ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. അതിനേക്കാളും കൂടിയ ഒച്ച വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. കേൾക്കുക തന്നെ. ഇപ്പം ഒരു പാർട്ടിക്ക് നമ്മൾ പോവുകയാണ്. പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ നല്ല പാട്ട് വെച്ചിരിക്കുകയാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് വളരെ കൂടിയ. നമുക്ക് തമ്മിലൊന്ന് അനുശ്രീയായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ ഭയങ്കര ഒച്ചയെടുത്ത് വേണം സംസാരിക്കാൻ. കാരണം ആംബിയൻ നോയ്സ് കൂടുതലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നമുക്ക് ചുമ്മാ വളരെ വിസ്പർ പോലെ സംസാരിച്ചാൽ പോലും നമുക്ക് പരസ്പരം കേൾക്കാൻ പറ്റും. അപ്പോൾ യൂത്ത് ഇന്നത്തെ ഒരു എൻജോയ്മെന്റ് DJ പോലെയുള്ള എന്തുകരം പാട്ടുകളാണ്. ഇതിന് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ 13 വർഷം ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെർഫോമർ, ഒരു ആർട്ടിസ്റ്റ്, അമിത ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ചെവിയിൽ വെച്ചുകൊണ്ടാണ് പെർഫോം ചെയ്യുന്നത്. സിംഫണി ഓർക്കസ്ട്ര പോലെയുള്ള ബ്രാസ് മെറ്റൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഓർക്കസ്ട്രയിലെ പെർഫോമേഴ്സ് തന്നെ അവരെ ശബ്ദം ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളിവിടെ പഞ്ചവാദ്യമുണ്ട്, ചെണ്ടമേളമുണ്ട്, ശിങ്കാരിമേളമുണ്ട്, നമ്മൾ വല്ലപ്പോഴും പോകുന്നു, നമ്മൾ ആസ്വദിക്കുന്നു. ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഇത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ അവസ്ഥയെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു? അവർ ബൊമ്പാർഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു സൗണ്ട് ലെവൽ മീറ്റർ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് ചെക്ക് ചെയ്തു. ഫ്രീ ആയതുകൊണ്ട്, ആപ്ലിക്കേഷൻ ഫ്രീ ആയതുകൊണ്ട് 90 ഡെസിബൽ മാത്രമേ ഉള്ളൂ ഇത് പോവുകയുള്ളൂ. അത്ര വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ.
അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. കാരണം ഒരു നല്ല സൗണ്ട് ലെവൽ മീറ്ററിന് 15 ലക്ഷം രൂപ വിലയുണ്ട്. 15 ലക്ഷം രൂപയാണ് ഒരു നല്ല സൗണ്ട് ലെവൽ മീറ്ററിന്റെ വില. അപ്പോൾ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തുകേരം സൗണ്ടിനാണ് എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പം അനുശ്രീ ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റ് ആണ്. നമ്മുടെ യൂത്ത് അമിതമായ ശബ്ദത്തിന് എക്സ്പോസ്ഡ് ആയാൽ ഈ ഹെയർ സെൽസിലെ കോക്ലിയയിലുള്ള ഹെയർ സെൽസ് ഡീജനറേഷൻ ഡാമേജ് സംഭവിക്കും വളരെ പെട്ടെന്ന്. ഒരു വെടിക്കെട്ടുകാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം, ഈ പ്രിവെന്റീവ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. ലൈവിന്റെ അതേ പാറ്റേണിൽ പോവാണ്.